ടു മൈ ചാനൽ ബോക്സിംഗ് ക്യൂട്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ പോകണം. അതിൻ്റെ പേര് എനിഡിസ്ക് എന്നാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അത് ഡൗൺലോഡ് ചെയ്യേണ്ടത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇത് പറഞ്ഞാൽ നമുക്ക് സിസ്റ്റം വേർഷൻ ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഞാൻ നോക്കട്ടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇത് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി ഇതെടുക്കുക ഗൈസ്. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യണം. അത് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിരുന്നു. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. സിസ്റ്റം വേർഷൻ പാർട്ട് 2 ഇറങ്ങുന്നുണ്ട് ഗൈസ്. അതും ഇപ്പം അടുത്ത് തന്നെ ഉണ്ടാവും ഗൈസ്. അപ്പോൾ നിങ്ങൾ അതും നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ പാർട്ട് 1 വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ആ ഡിസ്ക് ഒന്ന് പുറത്തേക്ക് വലിക്കാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എനിഡിസ്ക്. ഇതാണ് നമ്മുടെ ഐക്കൺ. ഇത് തന്നെയാണ് സിസ്റ്റം ഐക്കണും. നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഞാൻ പറഞ്ഞു തരും ഗൈസ്. ഇതിന് നമുക്ക് 2 ഫോണുകളും ഈ ആപ്ലിക്കേഷൻ ഏത് ഫോണിലേക്കാണോ ചെയ്യേണ്ടത് അതിന് 2 ഫോണിലും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഒന്നിലാണ് ചെയ്തത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്, നിങ്ങളുടെ ഫ്രണ്ടിന് എന്തെങ്കിലും ഒരു സംശയം, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു വാട്സപ്പിൽ എന്തൊരു പ്രശ്നം പറ്റി, നിങ്ങൾ ഇപ്പോൾ അമേരിക്ക സങ്കല്പമായിട്ട് നിങ്ങളിപ്പം തിരുവനന്തപുരം, ഒരാളിപ്പം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലോ വിചാരിച്ചോ, തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കോഴിക്കോട് ഡിസ്ട്രിക്ട്, നിങ്ങൾക്ക് ഇത്രയും അകലം വെച്ച് ലിങ്ക് ചെയ്യാനാവില്ല, ഇവിടെ ഇത്ര പെട്ടെന്ന് എത്താനൊന്നാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റൊരു ആപ്ലിക്കേഷൻ വെച്ച് അവരുടെ ഫോണിൽ കയറാം, അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഏതാണ് ഞാൻ പറഞ്ഞത്, എനിഡിസ്ക്. അപ്പോൾ നിങ്ങളിത് എന്താ പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഞാൻ ഇത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിസ്റ്റം വേർഷൻ പാർട്ട് 2 മറ്റന്നാളോ നാളെയോ ഇറങ്ങും. നിങ്ങൾ ചെയ്യേണ്ട ഇതിൻ്റെ ഒരു ഇതാണ്. ഇത് ഞാൻ ആദ്യമായി എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തന്നെയാണ്. അപ്പോൾ പ്ലഗിങ് അവൈലബിൾ ഫോർ കൺട്രോളിങ് ദ ഡിവൈസ് റിമോട്ട്ലി or an a plug-in required. Would you like to install plugin now? ഇത് നിങ്ങൾ ക്യാൻസൽ ആണ് ചെയ്യേണ്ടത്, കാരണം അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അവർ പറയുന്ന പോലെയൊക്കെ തൊടുക. അപ്പോൾ ഇങ്ങനെ ഇന്റർഫേസൊക്കെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തൊട്ട പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ അത് സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഞാനൊരു ഡ്രാഗ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാനൊരു സാധനം അതിന് നേരെ കൊണ്ടുപോകും. ഇപ്പം നിങ്ങൾക്ക് കാണാം ഒരു ഏറോ മാർക്ക്, അവിടെ ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് വരും. എനിഡിസ്ക് എന്ന ഒരു ചുവപ്പ് നിറത്തിൽ വരും, അതിനുള്ള വെള്ള എഴുതിയിട്ട്. പിന്നെ ഒരു റെക്കോർഡിങ്, അത് നിങ്ങൾ നോക്കണ്ട. പിന്നെ സെറ്റിങ്സ്, പിന്നെ ട്യൂട്ടോറിയൽ, ഹെൽപ്പ്, എബൌട്ട് എനിഡിസ്ക്, എക്സിറ്റ്. നിങ്ങൾക്ക് എനിഡിസ്കിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എബൌട്ട് എനിഡിസ്ക് കൊടുക്കുക. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് സെറ്റിങ്സ് എന്നാണ്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഇതിനകത്താണ് നിങ്ങൾ തൊടേണ്ടത്. സെറ്റിങ്സ് കയറി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാം. നമുക്ക് ആദ്യം ഓരോന്നും പരിചയപ്പെടാം. ജനറൽ നിങ്ങൾക്കൊരു സെറ്റിംഗ് അലീസ് വേണം, അത് നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഷോർട്ട് എനിഡിസ്ക് ഐ ഡി സെറ്റ് എനേജ്.
നിങ്ങൾ എലൈസ് ജനറൽ നിങ്ങൾ നോക്കണ്ട, നമുക്ക് സെക്യൂരിറ്റി എടുത്ത് നോക്കാം. ഓൾവേസ് ഷോ ഇൻകമിങ് എക്സിക്യൂട്ട്, അത് നിങ്ങൾ എപ്പോൾ കൊടുക്കണം? ഓൺലി ഷോ ഇൻകമിങ്, ഓൾവേസ് ഷോ അത് കൊടുക്കണ്ട. നിങ്ങൾ ഓൺലി രണ്ടാമത്തതായ നടുവുള്ളതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെയുള്ളത് അവർ കൊടുത്തിട്ടുണ്ട് കുറേ, നിങ്ങളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സെക്യൂരിറ്റി ആയിട്ടും കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി കൊടുക്കാം. അപ്പം നമ്മളിങ്ങനെ കുറേ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ കമ്പ്യൂട്ടർ വേർഷനും ഉണ്ട്. നമുക്ക് ബാക്കോട്ട് പോവാം. പിന്നെ പ്രൈവസിയാണ്, അത് ക്ലിക്ക് ചെയ്യാം. പ്രൈവസിയിൽ നിങ്ങൾക്ക് ഐക്കൺ മാറ്റണം, ഐക്കൺ മാറ്റാം, അങ്ങനെ കുറച്ച് ഇതൊക്കെയാണ്. പിന്നെ നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ബാക്കോട്ട് തന്നെ പോവാം. നമ്മൾ തിരിച്ചിപ്പോൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു യുവർ അഡ്രസ്സ് എന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് വേണമെങ്കിൽ മാറ്റാൻ കഴിയും. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊരു ഇൻവിറ്റേഷൻ ലിങ്ക് അയക്കാം, കോപ്പി ഇതൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇത് മാറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം. ഗൈസ്, ഞാൻ ആദ്യം ഫോൺ വേർഷൻ, ആൻഡ്രോയിഡ് വേർഷൻ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട്, അത് മാറ്റാനൊന്നും കഴിയില്ല. നമുക്ക് അവരുടെ ഈ ഒരു ബോക്സിലുള്ള IP അഡ്രസ് ഈ ഒരു സർക്കിളിലുള്ള IP അഡ്രസ് നിങ്ങൾക്ക് എന്തായാലും വേണം. അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ താഴെ കാണുന്ന കേസർ ഇങ്ങനെ ക്ലിക്ക് തന്നെ ബ്ലിങ് ആയിക്കൊണ്ടിരിക്കുന്നത് നോക്കുക. റിമോട്ട് അഡ്രസ് എന്നുള്ളതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യണം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ലാപ്ടോപ്പ് തുറക്കണം, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. റിമോട്ടിൽ നിങ്ങൾ ജസ്റ്റ് ആ IP അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരുടെ ഫോണിൽ കയറാം. അവർക്ക് റിക്വസ്റ്റ് വരും, അത് ആക്സെപ്റ്റ് ചെയ്യാം. അവർ തന്നെ പിന്നെ നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യണം. ഹൈ സ്പീഡ് നെറ്റാണ്, വേറെ ഒന്നും പറയണ്ട ഗൈസ്, അത് ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഇത് NDisk നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ സിസ്റ്റം വേർഷൻ കൂടി നിങ്ങൾക്ക് പാർട്ട് 2 ആയി ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം പാർട്ട് 1ൻ്റെ ലിങ്ക്, പാർട്ട് 2ൻ്റെ അകത്ത് 1ൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നതാണ്. എന്തായാലും ഈ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഗൈസ്, ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടേ. ഗൈസ്, ഞാൻ ബാക്ക് അടിച്ചിരുന്നതാ. അപ്പോൾ നിങ്ങൾ ഇത് എൻ്റെ ചാനലിൽ എന്താ പറയുക, എന്തായാലും നിങ്ങളുടെ 1000K സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഗിവ് അവേ ഉണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറയാൻ വെച്ചത് മറന്നുപോയതാണ് ഗൈസ്. ഞാൻ ഈ വീഡിയോ പറയുന്നതിന് കാരണം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചില്ലായിരുന്നു. ഇപ്പം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാണിച്ചു തരാം. അതിനുമുമ്പ് ഗൈസ്, നിങ്ങൾ എന്തായാലും 1000K സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിവ് അവേ ഉണ്ടാവും. ഗിവ് അവേ എന്താ വെച്ചാൽ 3 ആളെ ഞാൻ സെലക്ട് ചെയ്യും, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ. അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻ്റ് ഒക്കെ അടിക്കുന്നവര. അപ്പോൾ അവർക്കായിട്ട് ഞാൻ ഒരു സാധനം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേര് അതായത് ഞാൻ ഇപ്പം പബ്ലിഷ് ചെയ്യാണ്. അപ്പോൾ ഒരു നെക്കിയർ ബാൻഡാണ് ഗൈസ്. എൻ്റെ റിവ്യൂ ഞാൻ നാളെ വൈകുന്നേരം 5 മണിക്കിടാം. പാർട്ട് 2ൻ്റെ കൂടെ തന്നെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ റിവ്യൂ അതാണ്. അത് നിങ്ങൾ എന്തായാലും കാണുക. ഇതെന്തായാലും നിങ്ങൾക്ക് ആവശ്യം വരും ഗൈസ്, ഉറപ്പാണ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ താഴെയായിട്ട് ഒരു ഇത് കാണാം. ഞാൻ ഇപ്പോൾ ചാനൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്.
ഉണ്ട്, കാരണം ഇത് ഡൗൺലോഡ് ആണ്. എനിക്ക് ഇങ്ങനെയാണ് ഇന്റർഫേസ് കാണാം. ഈ വീഡിയോ ആയിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ബട്ടൺ വരും, അവിടെ നിങ്ങളൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ബെല്ലൈക്കൺ വരും. അതൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തെടുക്കാം, ഇതിലേക്ക് പോവാം. ഒരു ഓൾ എന്നുള്ള ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്താൽ. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയുള്ളൂ. പിന്നെ ഒരു AR ആപ്ലിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്, ഞാൻ നോക്കുന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ കണ്ടിട്ട് തന്നെയാണ് ഗൈസ്. പിന്നെ ഗൈസ് അടുത്ത 5 ദിവസം കഴിഞ്ഞാൽ എൻ്റെ ട്വിൻ ബ്രദർ വരും. അപ്പോൾ നിങ്ങൾ അതും കൂടി കാണുക ഗൈസ്. അപ്പോൾ എൻ്റെ സീക്രട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ, സീ യു.